നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നമ്മൾ പലപ്പോഴായി ആവർത്തിച്ച് പറയുന്ന ഒന്നുണ്ട്. മലയാളികൾ വാർത്തകൾ ഏറെ ശ്രദ്ധിക്കുന്നവർ ആണ്. അവർ മാധ്യമ സാക്ഷരതയിൽ അടക്കം മുന്നിൽ നിൽക്കുന്ന, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര വിഷയങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നത്തെ വാർത്താ ദിനത്തിലും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന നിരവധി സംഭവങ്ങൾ ആണ് ഉള്ളത്. അതെന്തൊക്കെ എന്നതാണ് ഇനിയുള്ള 1 മണിക്കൂറുകളിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ ജനരോഷം ശക്തം. ആറളത്ത് ഹർത്താൽ തുടരുന്നു. വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. ആശാപ്രവർത്തകരുടെ സമരത്തെ പരിഹസിച്ച് CPIM. ആർക്കു വേണ്ടിയാണ് സമരമെന്ന് ദേശാഭിമാനിയിൽ ചോദ്യം. സമരം ചെയ്യുന്നത് അരാജക സംഘടനകളെന്നും എളമരം കരീം. പ്രതിഷേധം 15-ാം ദിവസം. പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ. സംസ്ഥാനത്തെ 28 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് നടക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷൻ, കാസർഗോഡ് 2 എതിരില്ലാതെ ജയിച്ച് LDF. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന്. തരൂർ വിമർശനത്തിൽ നടപടിയില്ല. വിമർശിച്ചതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തില്ല എന്ന് KC വേണുഗോപാൽ. ചെറിയ പ്രശ്നങ്ങൾ വലുതായി ഉയർത്തിക്കാണിക്കുന്നതായും KC. സിനിമാ സമരത്തിൽ ഇന്ന് തീരുമാനമാകും. നിലപാടെടുക്കാൻ ഫിലിം ചേംബർ യോഗം. സമരത്തിന് പിന്തുണ തേടി നിർമ്മാതാക്കൾ. സിനിമാ മേഖലയെ സ്തംഭിപ്പിക്കുന്ന സമര പരിപാടി വേണ്ടെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്തേക്കും. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ജോർജ് ഇന്ന് ഹാജരാകും. മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതും പരിഗണനയിൽ. ഡൽഹി നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുൻ AAP സർക്കാരിനെതിരായ CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാൻ BJP. അതിഷിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് AAP. തെലങ്കാനയിലെ ടണലിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം 3-ാം ദിനം. രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയും. റഷ്യ യുക്രൈൻ യുദ്ധം 3-ാം വർഷത്തിൽ. യുക്രൈനിൽ ഉഗ്ര ആക്രമണം നടത്തിയ റഷ്യ. യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 4 ലക്ഷത്തിലധികം ആളുകളെന്ന് കണക്കുകൾ. ഗസയിൽ 2-ാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. 620 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ ഇസ്രായേൽ. മോചിപ്പിക്കുന്ന ബന്ദികളെ ഹമാസ് അപമാനിക്കുന്നതായി ആരോപണം. കരാർ ലംഘിക്കുന്നത് ഇസ്രായേൽ എന്ന് പലസ്തീൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് പോരാട്ടം. ജയിച്ചാൽ ന്യൂസിലാൻഡ് സെമിയിൽ. രഞ്ജി ട്രോഫി ഫൈനലിന് ഒരുങ്ങി കേരളം. വിദർഭയിൽ ഇന്ന് പരിശീലനം. 9 മണി വാർത്ത ആദ്യം പരിശോധിക്കുന്നത് ദേശീയ വാർത്തകൾ ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊന്നായ തെലങ്കാനയിലെ നാഗർ കുർനൂലിൽ ടണലിൽ ഉണ്ടായ അപകടത്തിൽ 8 പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ന് 3-ാമത്തെ ദിവസം ആണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ദൗത്യത്തിനായി നാവികസേനയും സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ദൗത്യസംഘം ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ 150 മീറ്റർ വരെ അടുത്ത് എത്തിയിട്ടുണ്ട്. എങ്കിലും മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിട്ടുള്ളത് വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, 14 കിലോമീറ്റർ ഉള്ളിൽ ഏതാണ്ട് 150 മീറ്റർ അരികെയാണ് ഈ ദൗത്യസംഘം എത്തിയിട്ടുള്ളത്. പക്ഷേ ആ 150 മീറ്റർ എന്നത് വലിയ വെല്ലുവിളിയായി മാറുകയാണല്ലോ ഇപ്പോഴും. എന്താണ് സാഹചര്യം?
അഭിലാഷ് 48 മണിക്കൂർ കഴിഞ്ഞു ഈ അപകടം ഉണ്ടായിട്ട്. കാരണം മിനിഞ്ഞാന്ന് ഏതാണ്ട് ഈ 8:30 മണിക്കാണ് അപകടം നടക്കുന്നത്. അപ്പോൾ 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ടണൽ ഇടിഞ്ഞുണ്ടായ അപകടം നടന്നിട്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം ഒരു വഴിത്തിരിവിലെത്തി, നിർണായക ഘട്ടത്തിലെത്തി എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ടണലിൻ്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ ഇപ്പോഴും ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ 44 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ SLBC ടണൽ. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. പക്ഷേ രക്ഷാദൗത്യ സംഘം ഇതിൻ്റെ ഏതാണ്ട് 150 മീറ്റർ വരെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 13.5 കിലോമീറ്ററോളം അവർ എത്തി. അതിനുശേഷമുള്ള അവസാന 150 മീറ്ററാണ് അവർക്ക് വലിയ തടസ്സമാകുന്നത്, വെല്ലുവിളിയാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് കൂടാതെ ടണൽ ഇടിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. രക്ഷാദൗത്യ സംഘം തന്നെ വ്യക്തമാക്കിയ കണക്കുകൾ പ്രകാരം 23 അടി ഉയരം ഈ ടണലിനുണ്ട്. ഇതുകൂടാതെ 31 അടി വീതിയും ടണലിനുണ്ട്. ഈ ഭാഗം പൂർണ്ണമായി തന്നെ അവശിഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഊഹിക്കാം എത്രമാത്രം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യാതെ അവിടേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 3 സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക. പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും വെള്ളമുണ്ട്. ഇത് വെള്ളം കൊണ്ടുപോകുന്ന ടണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. മറ്റൊന്ന്, ടണൽ മുകൾ ഭാഗത്ത് തുരക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പ്രയാസമാകുന്ന കാര്യം 400 മീറ്റർ തുരക്കേണ്ടി വരും. മാത്രമല്ല വലിയ പാറക്കെട്ടുകളുള്ള പ്രദേശമാണ്. വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ടെന്ന് സംശയമുണ്ട്. മൂന്നാമതായി തുരങ്കത്തിൻ്റെ ഏതെങ്കിലും വശം തുരക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 സാധ്യതകളുണ്ട്. അതിൽ പ്രധാന പരിഗണന ഇപ്പോഴും ഉള്ളത് ഈ മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ 150 മീറ്റർ വരെ അടുത്തെത്തിയ ദൗത്യ സംഘം ഇവരുടെ പേരുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും അവർ ക്ഷീണിതരായിരിക്കാം, ബോധരഹിതരായിരിക്കാം, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണം ഉണ്ടാകാത്തത് എന്നാണ് ഇപ്പോൾ NDRF അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൂടുതൽ സംഘം ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തെങ്കിൽ ഇപ്പോൾ നാവികസേന കൂടി അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 350 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണലിടിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. തീർച്ചയായും ഈ 9 മണി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പോലും രക്ഷാദൗത്യം, അതായത് 8 പേരുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് തുടരുന്നത്. അവർ ജീവനോടെ തിരികെ എത്തണം എന്നാണ് നമ്മുടെ രാജ്യവും ആഗ്രഹിക്കുന്നത്. അതിന് സാധിക്കുമോ എന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ദേശീയ തലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു എന്നുള്ളതാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അതിഷിയെ ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി AAP തെരഞ്ഞെടുത്തു. ER രാഗേഷ് തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത്. രാഗേഷ്, പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് BJP അധികാരത്തിൽ എത്തുന്നത്. പ്രകടന പത്രികയിൽ ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം BJPക്ക് സ്വാഭാവികമായുമുണ്ട്. അതിനിയും 5 വർഷം വരെ സമയവുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ AAPക്കെതിരായ ആരോപണങ്ങൾ, കഴിഞ്ഞ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, ഒരുപക്ഷെ ഈ മദ്യനയം പോലെയുള്ള വിഷയങ്ങളിൽ ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസം അനുഭവിച്ചത് എങ്കിൽ ഇനിയും കൂടുതൽ കുരുക്കുമുറുക്കുന്ന നടപടികൾക്ക് കൂടി, അതായത് ഭരണം ഒരു ഭാഗത്ത് പോകുമ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അഴിമതിയുണ്ടെങ്കിൽ അതെല്ലാം തുറന്നു കാണിക്കുക, അത്തരം നീക്കം കൂടിയാണല്ലോ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അതെ അഭിലാഷ്, വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP ഇന്ന് സഭാ സമ്മേളനത്തിന് എത്തുന്നത്. കാരണം 27 വർഷത്തിന് ശേഷമാണ് അവർക്ക് ഭരണം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ അജണ്ട ഏതായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. പ്രോട്ടം സ്പീക്കറായ അരവിന്ദർ സിംഗ് ലൗലിയാണ് ഇതിന് നേതൃത്വം നൽകുക. വിജേന്ദർ ഗുപ്ത, കഴിഞ്ഞ സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു വിജേന്ദർ ഗുപ്തയാണ് സ്പീക്കറായി ഏതായാലും ചുമതലയേൽക്കുക. വിജേന്ദർ ഗുപ്തയെ സംബന്ധിച്ച് കഴിഞ്ഞ സഭാ സമ്മേളനത്തിൻ്റെ കാലയളവിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് വാച്ച് ആൻഡ് വാർഡുകൾ പുറത്താക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നു. മോഹൻ സിംഗ് ബിഷ്ടിനെയാണ്, മുസ്തഫാബാദിൽ നിന്നുള്ള MLA ആണ്, അദ്ദേഹത്തെയാണ്
ഡെപ്യൂട്ടി സ്പീക്കറായി നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സഭാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത് CAG റിപ്പോർട്ടുകളാണ്. വിവിധ റിപ്പോർട്ടുകൾ ഏതായാലും ഈ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഏതാണ്ട് 1 ഡസൻ റിപ്പോർട്ടുകൾ വരും എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി മദ്യനയ അഴിമതി തന്നെയാണ്. കാരണം ഈ CAG റിപ്പോർട്ട് ഏതാണ്ട് 2000 കോടിയിലധികം രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടായി എന്ന് പരാമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന് വലിയ രീതിയിൽ പ്രചാരണ വിഷയമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ CAG റിപ്പോർട്ട് നാളെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഈ വിഷയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. CAG റിപ്പോർട്ട് ആയുധമാക്കാനുള്ള നീക്കം BJP ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ഗതാഗത മേഖലയിൽ ഒക്കെ തന്നെ വലിയ അഴിമതി ആം ആദ്മി പാർട്ടി സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന ആരോപണം BJP ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് CAG റിപ്പോർട്ട് കൂടി ഈ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ CAG റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു. അതായത് BJPക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് എന്ന പ്രതികരണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും 3 ദിവസമേ ഉള്ളൂ സമ്മേളനമെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഇത് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല BJPയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു 2500 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് നൽകുമെന്നുള്ളത്. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിഷി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിഷി പ്രതിപക്ഷ നേതാവായി ചുമതല ഏൽക്കാൻ പോകുന്നു. സ്വാഭാവികമായും രേഖ ഗുപ്തയും അതിഷിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി ഈ സഭാ സമ്മേളനം മാറാനും സാധ്യതയുണ്ട്. അഭിലാഷ്. യെസ്, ഇതാണ് പ്രധാനപ്പെട്ട 2 ദേശീയ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള സന്ദർശനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് ഈ ആരോഗ്യ കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ ആരോഗ്യം, അവരുടെ ചികിത്സ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കൂടുതൽ എളുപ്പത്തിൽ അല്ലെങ്കിൽ കൂടുതൽ സുഖകരമാകുന്ന, ചെലവ് ചുരുക്കിക്കൊണ്ട് ഈ ചികിത്സയൊക്കെ സാധ്യമാകുന്ന തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മധ്യപ്രദേശിൽ ഒരു പ്രധാനപ്പെട്ട ഉച്ചകോടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൽ നിക്ഷേപ ഉച്ചകോടി നടന്നത്. അതുപോലെ മധ്യപ്രദേശിൻ്റെ വികസനത്തിന് വേണ്ടി മധ്യപ്രദേശിലും ആഗോള നിക്ഷേപക ഉച്ചകോടി അടക്കം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്നത്തെ ദിനത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചേക്കാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ സംശയം വേണ്ട, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഏറെ ഗൗരവത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഇപ്പോഴും ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും തന്നെയാണ് ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നത്. ഈ അണുബാധ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഐഷുത്തുൽ ഷംനയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, ആരോഗ്യനിലയിൽ പുരോഗതിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മെഡിക്കൽ ബുള്ളറ്റിനുകൾ ആ നിലയിലല്ല. ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്നത് നില വീണ്ടും വഷളാകുന്നു എന്നാണല്ലോ. തീർച്ചയായും അഭിലാഷ്, കഴിഞ്ഞ 14-ാം തീയതിയാണ് മാർപ്പാപ്പയെ ഈ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ 10 ദിവസമാവുമ്പോഴും മാർപ്പാപ്പയുടെ ആരോഗ്യ സ്ഥിതിയിൽ ഒരു പുരോഗതിയില്ല. അത് ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. ഈ ഗുരുതരമായ ഈ അണുബാധയെ തുടർന്ന് ഈ ന്യൂമോണിയ ഗുരുതരമായതിനു ശേഷമുള്ള സെപ്സിസ് എന്ന ഒരു അവസ്ഥയാണ് മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതാണ് കൂടുതൽ ഈ ആരോഗ്യസ്ഥിതി ഓരോ ദിവസവും വഷളാക്കാൻ ഇടയാക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും പറയുന്നത്. ഒപ്പം തന്നെ ഈ അണുബാധ അത് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിലേക്കായിട്ടുണ്ട്. ഇപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ അനീമിയ ഉള്ളതുകൊണ്ട് തന്നെ രക്തം കുത്തിവെക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഈ ശ്വാസം കിട്ടാത്തൊരവസ്ഥയെ തുടർന്ന് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഈ മരുന്നുകളോട് മാർപ്പാപ്പ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആരോഗ്യ സ്ഥിതിയിൽ വലിയ പുരോഗതി വരുത്തുന്നില്ല. ഓരോ ദിവസവും അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്, വത്തിക്കാൻ അടക്കം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിലും അതുപോലെ തന്നെ അമേരിക്കയിലെ ജൂത പള്ളികളിലും ഉൾപ്പെടെ വലിയ രീതിയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു. എന്തായാലും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അഭിലാഷ്.
അതാണ് മാർപ്പാപ്പയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തായാലും അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി, ഇപ്പോൾ നമ്മളെല്ലാവരും മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പലപ്പോഴായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആൾ കൂടിയാണ് മാർപ്പാപ്പ. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഒരു യുദ്ധം ആരംഭിച്ചിരുന്നു. അത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണ്. ഇരുഭാഗത്തുമായി സൈനികരും സാധാരണക്കാരുമായി 4 ലക്ഷത്തിലധികം പേർ ഇതിനോടകം തന്നെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. എന്തായാലും നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ ആണ് പരിശോധിച്ചു കൊണ്ടിരുന്നത്. അതിനിടയിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് PC ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. PC ജോർജിൻ്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. വിദ്വേഷ സംസാരത്തിൽ, ചാനൽ ചർച്ചയ്ക്കിടയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലം കൂടി ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ PC ജോർജിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ PC ജോർജ് ഹാജരായിരുന്നില്ല. PC ജോർജ് അറസ്റ്റ് വരിക്കുമോ, PC ജോർജ് കീഴടങ്ങുമോ, അല്ലെങ്കിൽ PC ജോർജ് പോലീസ് സ്റ്റേഷനിൽ എത്തുമോ, ഈ നോട്ടീസ് പ്രകാരം എത്തുമോ എന്നതിലൊക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. പോലീസ് സംഘം ഇപ്പോൾ എന്തായാലും PC ജോർജിൻ്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്, തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. പോലീസ് സംഘം വീട്ടുകാരുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ ആണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ചില പരിമിതികൾ കൂടിയുണ്ട്. PC ജോർജിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, PC ജോർജിൻ്റെ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പക്ഷേ PC ജോർജിന് വേണമെങ്കിൽ മേൽക്കോടതിയെ അടക്കം സമീപിക്കാവുന്നതുമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അഭിലാഷ് ഉണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ മറ്റൊരു സാധ്യതയും നിലവിലില്ല തന്നെ നമുക്ക് തീർത്തും പറയാം. PC ജോർജ് എന്തായാലും 9:30യോടുകൂടി വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് സൂചനകൾ. അതിനുശേഷം BJP നേതാക്കം തന്നെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. BJPയുടെ മുഴുവൻ നേതാക്കളും PC ജോർജിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു സാധ്യത ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പോലീസിന്റെ ഭാഗം ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഇനി പോകുന്ന വഴി PC ജോർജ് ഉണ്ട് എങ്കിൽ അവിടെ ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സൂചിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സൂചിപ്പിക്കേണ്ടത്, ആ സൂചിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതി പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിന്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതിന്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിന്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പം നടന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ ഹാജരാകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ആളുകൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, അവിടെ ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇന്നിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രകടനം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോലീസിനോടോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പ്രകടനം നടത്തിയാൽ പ്രകടനം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങളതേപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. ശ്രീജിത്ത് ചേരുന്നുണ്ട്. N ഹരിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. BJP നേതാവ്, അതായത് ഇതൊരു നാടകം തന്നെയാണ്. ആർക്ക് വേണ്ടിയാണോ, ആരെ തൃപ്തിപ്പെടുത്താനാണോ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ നടപടി എന്നാണ്. പക്ഷേ ശ്രീജിത്ത്, ഇതിപ്പോൾ കോടതി മുൻകൂർ ജാമ്യം തള്ളിയൊരു പശ്ചാത്തലമുണ്ട്. പോലീസിന് ഇതല്ലേ സാധിക്കൂ? തീർച്ചയായും പോലീസ് അറസ്റ്റിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യതയും പോലീസിന് മുന്നിൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പോലീസ് ാണ് നിയമപ്രകാരം നോട്ടീസ് നൽകുകയും PC ജോർജിനെ വിളിച്ചു വരുത്താൻ തീരുമാനിക്കുകയും നേരത്തെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തുക, തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുക, അതാണ് ഇന്നുണ്ടാകാൻ പോകുന്ന നടപടിക്രമം. അതിനപ്പുറത്തേക്ക് സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ അതായത് ഈ സുപ്രീം കോടതി സമീപിക്കുക,
എന്നൊക്കെയുള്ളത് പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സാധ്യതയില്ല എന്നുള്ളതിന്റെ തെളിവാണ് നേരിട്ട് ഹാജരാകാമെന്ന് തന്നെ പി സി ജോർജ് പറയുന്നത്. അല്ല, സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോയ ശേഷമേ ഹാജരാകാമെന്ന് അറിയിക്കേണ്ട സാഹചര്യമുള്ളൂ, ബാധ്യതയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് നേരിട്ട് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അവര് പറഞ്ഞല്ലോ പാർട്ടി യെസ്, ഷോണിന്റെ പ്രതികരണം വരുമ്പോൾ പാർട്ടിയുടെ പ്രതികരണം പാർട്ടി പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു പ്രതികരണത്തിലേക്ക് ഷോൺ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വളരെ കൃത്യമായി ഈ വിഷയത്തെ BJP ആ നിലയിൽ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും ഇന്ന് പൂർണ്ണമായും ഇത് പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. കാരണം ചില വാർത്തകൾ വന്നിരുന്നത് പാർട്ടി പൂർണ്ണമായും പി സി ജോർജിനെ കൈവിട്ടു എന്നൊക്കെയുള്ളതായിരുന്നു. അത്തരം വാർത്തകളെ കൂടി പൂർണ്ണമായും തള്ളുന്ന നിലയിലാണ്. ഇനി പി സി ജോർജ് കേവലം ഒരു പാർട്ടി നേതാവാണ്, അല്ലാതെ കേവലം ഒരു വ്യക്തി മാത്രമല്ല എന്ന് ഫലത്തിൽ കാട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ ജില്ലയിലെ ഏതാണ്ട് എല്ലാ ശ്രീജിത്ത് ഒരു സംശയം കൂടിയുള്ളത്, അതായത് ഈ നോട്ടീസ് നൽകിയത് പോലീസ് സ്റ്റേഷനിൽ എത്താനാണല്ലോ, ആവശ്യപ്പെട്ട സമയത്ത് എത്താൻ സാധിക്കുന്നില്ല. അത് സ്വാഭാവികമായും ഈ നോട്ടീസ് ലഭിച്ചാൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടി പി സി ജോർജിനുണ്ട്. പറയുന്ന സമയത്ത് കൃത്യമായി ഹാജരാകണം എന്നതൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് തന്നെയാണോ പി സി ജോർജ് അറിയിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കാം ഈ രാവിലെ പോലീസ് പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തുന്നത്? അവിടെ എത്തും എന്ന് പി സി ജോർജ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നോട്ടീസ് കൈപ്പറ്റിയ ശേഷം എന്ത് നടപടിയിലേക്കും കടക്കാം എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പി സി ജോർജ് ഇന്ന് ഹാജരാകാമെന്ന് നൽകിയതോടെ പി സി ജോർജിന്റെ കൈവശത്തെ ഈ നോട്ടീസ് എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ നടപടി ഇനി തടസ്സമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ എത്തുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടേക്ക് വഴിയും ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുക്കാൻ ലഭിച്ചാൽ കസ്റ്റഡിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും നേരത്തെ പി സി ജോർജിനെ ഇത്തരത്തിൽ തന്നെ വീട്ടിൽ എത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അന്ന് മാധ്യമങ്ങളടക്കം മണിക്കൂറുകളോളം ആ വാർത്ത നൽകിയ പശ്ചാത്തലം, അന്ന് പോലീസ് പി സി ജോർജിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ എന്തിനാണ് ഈ തരത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നത് അന്ന് വിമർശനത്തിന് വഴിയൊരുക്കിയ ഒരു സാഹചര്യം ആണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഷോൺ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു സ്റ്റേഷനിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് അറിയിക്കുന്നു. ഇന്ന് ഹാജരാകാമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് പി സി ജോർജ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് പോലീസ് സംഘം പി സി ജോർജിൻ്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പി സി ജോർജിനെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുക എന്നത് സാധ്യമാണോ എന്നുള്ളതാണ്. കാരണം പി സി ജോർജ് ഇപ്പോൾ വസതിയിലില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു അറസ്റ്റിന് സാധ്യതയില്ല. പി സി ജോർജ് നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് പി സി ജോർജിൻ്റെ വസതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും പി സി ജോർജിൻ്റെ മകൻ ഷോൺ പോലീസുമായി ആശയവിനിമയം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണാൻ സാധിക്കുന്നത്. സാങ്കേതികമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ചായിരിക്കണം സംസാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ മേൽക്കോടതിയടക്കം സമീപിക്കാൻ ഇപ്പോൾ പി സി ജോർജ് തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഹർജിയുമായി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കേണ്ടതാണ്. ഹാജരാകും എന്ന് പി സി ജോർജ് അറിയിക്കേണ്ടതില്ല. നേരത്തെ BJPയുടെ പ്രതികരണം, N ഹരിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇത് ഒരു നാടകമാണ്, ചിലരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പോലീസ് ഇത്തരത്തിൽ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് BJPയുടെ ആരോപണം. കൃത്യമായൊരു തിരക്കഥയുണ്ട് ഇതിന് പിന്നിൽ. ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് ആണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഉള്ള വിമർശനം ആണ് ഉന്നയിച്ചത്. BJP നേതാക്കൾ അടക്കം പി സി ജോർജിൻ്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഷോൺ മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി തീരുമാനിക്കും, പാർട്ടി പ്രതികരിക്കും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെയായിരിക്കും BJP കൈകാര്യം ചെയ്യുക എന്നത് വ്യക്തമാണ്. പി സി ജോർജ് വിഷയം BJP പാർട്ടി തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്നുണ്ട് BJP നേതാക്കളുമായും. അതോടൊപ്പം തന്നെ പി സി ജോർജിൻ്റെ മകനുമായി അടക്കമുള്ള ആശയവിനിമയം ആണ് ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. അതെന്താ എന്ന് നമുക്കറിയില്ല. നേതാക്കൾ വട്ടം കൂടി നിൽക്കുന്നു. അവർക്കിടയിൽ നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പിൻവാങ്ങുമോ എന്നതിൽ വ്യക്തതയില്ല. അതല്ല എങ്കിൽ ഒരുപക്ഷെ PC ജോർജ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ഘട്ടത്തിലായിരിക്കാം ഇവർ വീട്ടിൽ നിന്ന് പിൻവാങ്ങുക എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണിപ്പോൾ നടക്കുന്നൊരു സാഹചര്യം. പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ PC ജോർജ് എത്തും എന്നാണോ? യെസ്, അതിനു മുമ്പ് ഇപ്പോൾ BJP നേതാക്കളുടെ കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി PC ജോർജിന്റെ പിന്തുണയാണ്. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ്. പോലീസിന്റെ അനുമതി മേടിച്ചിട്ടുള്ള ഇത്രയും കാലം ഈ രാഷ്ട്രീയ എവിടെയാണെന്നുള്ള ചോദ്യമാണ്. അദ്ദേഹം ഹാജരാകും. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഹാജരാകും. പോലീസ് പ്രകോപനം സൃഷ്ടിക്കുക അത് നമുക്കറിയില്ല. അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റി പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിന് സംശയം തീർക്കുന്നത് നമ്മളാണ്. അവരൊക്കെ സംശയങ്ങളുണ്ടാവും. നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി PC ജോർജ് ഈ വിഷയത്തിൽ PC ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ PC ജോർജിന് എതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം PC ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ചോദിക്കുന്ന ഒളിവിലിരുന്നോണ്ടാണോ അങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? ഒളിവിലൊന്നുമല്ലോ. എവിടെ ഒളിവിൽ? ആരാണ് ഒളിവിലെന്ന്? എവിടെയാ PC അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. PC ജോർജ് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെ BJP ന്യായീകരിക്കുന്നുണ്ടോ? PC ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പൊ പറയാൻ ഞാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. ഞങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി. അതായത് PC ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ PC ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള PC ജോർജിന് നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അത് നിശ്ചയിച്ചിട്ടില്ല. മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളിവിടെ പോലീസ് ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏതർത്ഥത്തിലും എടുക്കാം. പരാമർശത്തിലല്ല. PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കും ആ വിഷയത്തെ പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടിയെടുത്തു? അവലും മലരും കുന്തിരിക്കോ കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. PC ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ PC ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിന്റെ മറുപടി പറ. ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടിയെടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ പോലീസ് കോടതിയുടെ പരാമർശം ഞാനൊന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും ഒരുപോലെയാണ്. 2 ജില്ലാ പ്രസിഡന്റുകളുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഹാജരാകാനാണ് പോകുന്നത്. ഹാജരാകാൻ പോവാണ്. യെസ്, എന്തായാലും PC ജോർജിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. PC ജോർജ് പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് കൈവരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ PC ജോർജ് ആവശ്യപ്പെട്ട സമയത്ത് ഹാജരായില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് PC ജോർജ് ഹാജരാകും എന്നാണ്
BJP ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഈ വിഷയം BJP ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. PC ജോർജിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് BJP നേതാക്കൾ പറയുന്ന സാഹചര്യം. ഇതൊരു തിരക്കഥയുടെ ഭാഗമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നടപടികൾ എന്ന് BJP ആവർത്തിക്കുന്നു. ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന വിമർശനം കൂടിയാണ് ഇപ്പോൾ CPM-നും അതോടൊപ്പം തന്നെ സർക്കാരിനുമൊക്കെ എതിരെ BJP ഉന്നയിക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, PC ജോർജ് ഒളിവിലല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ PC ജോർജിനെ ബന്ധപ്പെടാൻ നമുക്ക് മാധ്യമപ്രവർത്തകർക്കും സാധിക്കുന്നില്ല. എവിടെയെന്ന ചോദ്യത്തിന് BJP നേതാക്കൾ കൃത്യമായ മറുപടിയും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകടനമൊന്നും നടത്താൻ പോകുന്നില്ല എന്ന് BJP പറയുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് PC ജോർജ് എത്തും എന്ന് വേണം നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ, അല്ലേ? ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക്, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകും. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയെന്നാണ് BJP-യിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ വീട്ടിലെത്തിയ ശേഷമായിരിക്കും ഇവിടേക്ക് വരിക എന്നുള്ള സൂചനകൾ മാത്രമാണ് അവർ നൽകുന്നത്. എന്തായാലും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ പോലീസ് സന്നദ്ധമായി കാത്തിരിക്കുകയാണ്. PC ജോർജ് എത്തിയാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, ഉടൻ തന്നെ അറസ്റ്റും രേഖപ്പെടുത്തും. തുടർന്ന് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആദ്യമുള്ള സൂചന അനുസരിച്ച് PC ജോർജ് വീട്ടിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നേതാക്കളൊക്കെ തന്നെയും അവിടെ കൂടുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അവസാന നിമിഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഹാജരാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഏത് സമയമാണെങ്കിലും എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ നേരിട്ട് വീട്ടിലെത്തിയ ശേഷം പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആയി ഇവിടേക്ക് എത്തുക, അതല്ലെങ്കിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കുക, അതോടെ പിന്നീട് BJP നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുക. ഇങ്ങനെ 2 സാധ്യതകളാണ് ഇവിടെ എന്തായാലും നിലനിൽക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇന്ന് PC ജോർജ് ഹാജരാകും എന്നുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോലീസ് ആ നോട്ടീസ് പരിഗണിച്ചുകൊണ്ട് പുതിയ നോട്ടീസ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വൈകാതെ ഏതാണ്ട് 10 മണിയോടുകൂടി PC ജോർജ് ഇവിടേക്ക് എത്തും എന്ന വിലയിരുത്തലാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുക. എന്തായാലും വൈകാതെ ഇപ്പോൾ ഏതാണ്ട് 9:30 പിന്നിട്ടിരിക്കുന്നു. നേതാക്കളൊക്കെ തന്നെയും ഏതാണ്ട് 9:30 വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. BJP-യുടെ സംസ്ഥാന ചുമതലയുള്ള ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ, സംസ്ഥാന ഉപാധ്യക്ഷ പ്രമീള ദേവി ഉൾപ്പെടെയുള്ളവർ എത്തും. BJP-യുടെ മധ്യമേഖല അധ്യക്ഷൻ N. ഹരി എത്തിച്ചേർന്നിട്ടുണ്ട്. 2 ജില്ലകളാണ് കോട്ടയത്ത് റവന്യൂ ജില്ലയിലുള്ളത്, ഈസ്റ്റ് വെസ്റ്റ് ജില്ലകൾ. ഇതിൽ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചായക്കോയും വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും അല്പസമയം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരാണ് അല്പസമയം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സമീപ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നൊക്കെയുള്ള എല്ലാ സജ്ജത, കൂടുതൽ പോലീസിനൊക്കെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധമോ മറ്റോ ഉണ്ടായാൽ അത് തടയുക എന്നുള്ളതും പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ഒരു സെൻസിറ്റീവ് സ്ഥലം എന്ന നിലയിൽ കൂടിയുണ്ട്. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധ വിഷയമായി വന്നൊരു കേന്ദ്രം കൂടിയാണ്. ആ നിലയിൽ ഉള്ള ഒരു മുന്നൊരുക്കം കൂടി പോലീസ് നടത്തുന്നുണ്ട്. പുറത്തുനിന്ന് എയർ ക്യാമ്പിൽ നിന്ന് അടക്കമുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെയൊക്കെ എത്തിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ ഈ നേതാക്കളും പ്രവർത്തകരുമൊക്കെ കൂടുതൽ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു മുന്നൊരുക്കം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ PC ജോർജ് എത്തിയിട്ടില്ല. ഏത് നിമിഷവും ഇവിടേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ എത്തിച്ചേരാമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് 10 മണിയോടുകൂടി PC ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതിനു മുമ്പ് PC ജോർജ് അറസ്റ്റിലായ പശ്ചാത്തലം, അന്ന് പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട്.
കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ വാർത്തകളുണ്ട്. ആറളത്ത് ദമ്പതികളെ ആന ചവിട്ടിക്കൊന്ന പശ്ചാത്തലമുണ്ട്. ആശാവർക്കർമാരുടെ സമരം 15ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിനിടെ CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഈ ആശാവർക്കർമാർക്ക് എതിരായ ലേഖനമടക്കമൊക്കെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും PC ജോർജിനെ അറസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായും മാധ്യമങ്ങൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നതിൽ സംശയമില്ല. BJP പ്രവർത്തകർക്കും PC ജോർജിനും ഷോൺ ജോർജിനും ഒന്നും അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വാർത്തയിൽ ഈ വിഷയം നിർത്താനും BJPയും PC ജോർജും ഒക്കെ ശ്രമിക്കുകയും ചെയ്യും. നമുക്ക് ആ ഘട്ടത്തിൽ ആ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തേണ്ടതായും വരും. ഒപ്പം മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായും 9 മണി വാർത്ത തുടരുകയാണ്. നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു PC ജോർജിന്റെ വസതിയിലേക്ക് പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത കൂടുതൽ സമയമെടുത്ത് നൽകേണ്ടതായി വന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റിപ്പോർട്ട് എന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 3 വർഷം ആയി എന്നുള്ളതാണ്. ഇപ്പോഴും യുദ്ധം ശക്തമായി തുടരുന്നു. അതായത് ഈ വാർഷിക ദിനത്തിൽ പോലും റഷ്യ വലിയ തോതിൽ യുക്രൈനിൽ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഐഷുത്തുൽ ഷംനയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നത്. ഷംന, 3 വർഷമായി യുദ്ധം ആരംഭിച്ചിട്ട് യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ ട്രംപിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും ഈ 3ാം വാർഷിക ദിനത്തിൽ കനത്ത ആക്രമണം നടത്തി യുക്രൈനിൽ റഷ്യ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും അഭിലാഷ്, ഈ മൂന്നാം വാർഷികം തികയുന്ന അന്ന് ഒരു തരത്തിലും സമാധാനപരമല്ല യുദ്ധം, അല്ലെങ്കിൽ അത് ഒരു അവസാന ഘട്ടത്തിലേക്കല്ല എത്തുന്നത്, മറിച്ച് കൂടുതൽ ഭീകരാവസ്ഥയിലേക്ക് യുദ്ധം മാറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം റഷ്യ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് യുക്രൈനിൽ നടത്തിയത്. കീവ് അടക്കം 13 പ്രദേശങ്ങളിൽ റഷ്യ ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നു. 267 ഡ്രോണുകളാണ് ഒന്നിച്ച് റഷ്യ വിക്ഷേപിച്ചതെന്നാണ് യുക്രൈൻ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ 119 എണ്ണം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ആക്രമണം ഈ യുദ്ധം തുടങ്ങിയത് മുതൽ 2022 യുദ്ധം തുടങ്ങിയത് മുതൽ ഉള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇതെന്ന് കൂടി യുക്രൈൻ ഇപ്പോൾ പുറത്ത് വിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വലിയ ആദ്യഘട്ടത്തിൽ ഈ ട്രംപിൻ്റെ അടക്കം നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ഉണ്ടാവുമെന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് അത്തരമൊരു സമാധാനപരമായ അന്ത്യമില്ല ഉടൻ തന്നെ എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ റഷ്യയുടെ ആക്രമണം എത്തി നിൽക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം എന്ന് തന്നെയാണ് യുക്രൈൻ പറയുന്നതും. അതോടൊപ്പം തന്നെ നമ്മൾ 3 വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ 2023 ഒക്ടോബർ 7 ആരംഭിച്ച മറ്റൊരു യുദ്ധമായിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം. അത് സമാധാന കരാറിലേക്ക് എത്തുകയും അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടി തുടരുകയും ഒക്കെ ആയിരുന്നു. അതേസമയം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം എന്ന ആരോപണവുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നു. മോചിപ്പിക്കുന്ന പലസ്തീൻ ബന്ദികളെ അപമാനിക്കുന്ന ചടങ്ങുകൾ ഹമാസ് നടത്തുന്നു എന്നാരോപിച്ചാണ് തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായും ഷംന തന്നെയാണ് ചേരുന്നത്. ഷംന, ഈ സോഷ്യൽ മീഡിയയിലടക്കം ഈ മോചനത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മളത് ഏറ്റവും ഓർത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഇന്ത്യയിലേക്ക് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളെ ഇന്ത്യയിലേക്ക് തിരികെ അയക്കുമ്പോൾ അവിടെ ചങ്ങലയൊക്കെ വെച്ച് കൈകൾ ബന്ധിച്ച് എത്തിച്ച ദൃശ്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹമാസ് പുറത്തുവിടുന്നത് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ബന്ദികളാക്കപ്പെട്ടവരെ എങ്ങനെ മോചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വലിയ സ്നേഹപ്രകടനമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഗിഫ്റ്റുകൾ നൽകുന്നു. അങ്ങനെ എന്തോ വലിയ ദുഃഖത്തോടു കൂടിയൊക്കെയാണ് ഈ ബന്ദികൾ ഇസ്രായേലിലേക്ക് തിരികെ പോരുന്നത് എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം?
തീർച്ചയായും അഭിലാഷ്, കാരണം ഈ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ത്രീകളായ ബന്ദികളെയൊക്കെ മോചിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീകൾ വലിയ രീതിയിൽ ഹമാസിലെ സേനയോട് നന്ദി പറയുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി 6 ബന്ദികളെയാണ് ഫലസ്തീൻ മോചിപ്പിച്ചത്. ഒപ്പം തന്നെ 620 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ കരാറും. പക്ഷേ ഈ 6 ബന്ദികളെ മോചിപ്പിച്ച സമയത്ത് ഈ ബന്ദികൾ ഹമാസിൻ്റെ നേതാക്കൾക്ക് ചുംബനം നൽകി വലിയ രീതിയിലുള്ള ഒരു വിഷമത്തോടു കൂടി, അല്ലെങ്കിൽ അവരോട് നന്ദി പ്രകടനം നടത്തി അത്രയും കാലം ഈ ബന്ദികളാക്കിയതിൽ, അവരെ തടവിൽ പാർപ്പിച്ചതിൽ ഒന്നും ഒരു വിഷമവുമില്ല. കാരണം അവരെ വളരെ നല്ല രീതിയിലായിരുന്നു അവർ ഈ ഹമാസിൻ്റെ നേതാക്കൾ ട്രീറ്റ് ചെയ്തത് എന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള സ്നേഹപ്രകടനം നടത്തിയാണ് ഈ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്ന സമയത്തുണ്ടായ കാഴ്ചകൾ. അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. പക്ഷേ ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് അവരെ പൊതുമധ്യത്തിൽ കൊടുന്ന് അവരുടെ വീഡിയോ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഹമാസ് ഈ ബന്ദികളെ അപമാനിക്കുകയാണെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. ഇതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടാകും. അതായത് ഈ ഇസ്രായേൽ മോചിപ്പിക്കേണ്ട 620 തടവുകാരെ അതിലൊരു കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല. തൽക്കാലം അവരുടെ മോചനം തടഞ്ഞിരിക്കുകയാണ്. അവരെ മോചനത്തിനായി ബസ്സിൽ കയറ്റിയതിന് ശേഷമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ ഈ ഉടൻ മോചനമില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പിന്നെ പുറത്തുവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ ജയിലുകളിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഈ പൊതുമധ്യത്തിൽ ബന്ദികളെ കൊണ്ടുവന്ന് അവരുടെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അത് ഒരു അപമാനകരമായ രീതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ കരാർ ലംഘനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും ഇതൊക്കെ പരിഹസിക്കുന്ന സമീപനം ആണ്. അതായത് ഇസ്രായേൽ ജനതയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ എന്ന നിലയിൽ ആണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ. ഹമാസ് ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഗിഫ്റ്റൊക്കെ നൽകിയാണ് പറഞ്ഞയക്കുന്നത്. പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഈ യുദ്ധസമയത്ത് ഇതേ ഹമാസ് എങ്ങനെയായിരുന്നു ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കും എന്നുള്ളതാണ്. യുദ്ധം അത്തരത്തിൽ തന്നെയാണ്. യുദ്ധത്തിൽ ബന്ദികളാക്കപ്പെടുന്നവർ വലിയ പീഡനങ്ങൾ തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് മോചിതരായവരുടെ ഭാഷ്യവും. അതെന്തായാലും ഈ സമാധാന കരാറിന് ഇപ്പോഴത്തെ ഈ സ്നേഹപ്രകടനങ്ങൾ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മലയാളികളെ, അതായത് ഞാൻ ഉൾപ്പെടെയുള്ളവരെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന വാർത്തകളിലേക്കാണ് കടക്കുന്നത്. അവിടെയാണ് കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട വാർത്ത ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. രാത്രി വരെ നീണ്ട പ്രതിഷേധത്തിനൊടുവിലായിരുന്നു മൃതദേഹം പരിയാരത്തേക്ക് മാറ്റിയത്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം ആണ് ഇന്ന് നടക്കുന്നത്. ആറളത്ത് UDFും BJPയും ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ തുടരുകയാണ്. വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആറളത്ത് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എന്നത് ഇത് അസാധാരണമായ സംഭവം എന്നുള്ളതായിരുന്നു. സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അടിക്കാടുകൾ വെട്ടി വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും കർമ്മ പരിപാടികൾ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. ആറളത്ത് ഒരു അസാധാരണമായ സംഭവമാണല്ലോ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും അസാധാരണമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതികരണങ്ങളെ സ്വാഭാവിക പ്രതികരണങ്ങളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മലയോര മേഖലയിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതിയില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഈ മലയോര മേഖലയിൽ, അതായത് കാട്ടാനാക്രമണം ഉണ്ടാകുമ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. കാടിലേക്ക് കയറിപ്പോകുന്നവർ, അവർ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കാടിനോട് ചേർന്നുള്ളവർ ഉണ്ട്, കാടിന് പുറത്തുള്ളവരുമൊക്കെയുണ്ട്. പക്ഷേ ആക്രമണങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുമ്പോഴും അസാധാരണ സംഭവമെന്നാണ് മന്ത്രി പറയുന്നത്. ഏത് നിലയിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ?
അഭിലാഷെ, തീർച്ചയായും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ഈ ആറളത്ത് കാട്ടാന കലി അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴും 40-ലധികം കാട്ടാനകൾ ഈ പരിസരത്തും മറ്റുമായി ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. ഏതായാലും വെള്ളിയുടെയും ലീനയുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മൃതദേഹം ഈ ആറളത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു വിവരം സൂചനയും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും UDF-ഉം അതുപോലെ തന്നെ BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു ഹർത്താലാണ്. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളെ തടയേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്കാണ് സർവകക്ഷി യോഗം ചേരുന്നത്. എന്തായാലും പ്രധാനമായും നാട്ടുകാർ ഇപ്പോഴും പറയുന്നത് ഈ ആനമതിൽ നിർമ്മാണം അത് പാതി വഴിയിൽ നിലച്ച ഒരവസ്ഥ, ഈ ഒപ്പം സോളാർ വേലികൾ, ആനയെ തടയാനുള്ള സോളാർ വേലികൾ, ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായതല്ലാതെ ഇതൊന്നും നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കും. എന്തായാലും ഇന്നലെ 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ 2 പേരുടെയും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്തിയത്. വലിയ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് തന്നെ. ഏതായാലും 2010 മുതൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 18ഓളം പേരാണ് ഇവിടെ ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ആ പട്ടികയിൽ 2 പേർ കൂടി വരുന്നു. അതായത് 20 പേർ ഇത്തരത്തിൽ ആറളത്ത് മാത്രം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അതീവ ദുഃഖകരമാണ്. ഏതായാലും മന്ത്രി വ്യക്തമാക്കുന്നത് ഇതിലൊരു കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നാണ്, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമെന്നാണ്. വളരെ വേഗത്തിൽ ഉണ്ടാകും നടപടി, ഈ ആനയെ തുരത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് കാട്ടാന തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പല മേഖലകളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം, അത്രത്തോളം കാട്ടാന ഭീഷണി ഈ ഭാഗത്ത് നിലനിൽക്കുന്നു. നമുക്കറിയാം, വളരെ പാവപ്പെട്ട കുടുംബമാണ്, ആദിവാസി പുനരധിവാസ മേഖലയാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖല എന്ന് പറയേണ്ടി വരും. കാരണം 3000-ത്തിലധികം ഏക്കർ സ്ഥലത്ത് ഇത്തരത്തിൽ ആദിവാസി പുനരധിവാസം ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവർ പ്രധാനമായും ചോദിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലം നമുക്ക് നൽകിയെന്നാണ്. ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ലാത്ത സ്ഥലം. ഇത് നൽകേണ്ട അധികാരികളാണെങ്കിൽ വാഗ്ദാനങ്ങൾ മാത്രം തരുന്നു, ഉറപ്പുകൾ മാത്രം തരുന്നു, നടപ്പിലാക്കുന്നില്ല. ഇത്തരത്തിൽ ഉള്ള ഒരു കൃത്യമായ ഇതിന് ഒരു പദ്ധതി തയ്യാറാക്കി തങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു വഴിയൊരുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആ പ്രതിഷേധം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. UDF-ന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഭാഗത്തു നിന്നുള്ള ഹർത്താൽ ഒരു ഭാഗത്ത് നടക്കുന്നു. തീർച്ചയായും കാട്ടാനയും കടുവയും പുലിയും പന്നിയും ഒക്കെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുമ്പോഴാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മറ്റു ചില വാർത്തകൾ വളരെ പെട്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ഇടവേള. തീർച്ചയായും ഇന്ന് 9 മണി വാർത്ത. ഇനി കുറച്ച് കായിക വാർത്തകളാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പാകിസ്ഥാനോട് ജയിച്ചതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരികെ വന്ന വിരാട് കോഹ്ലിയായിരുന്നു മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നത്തെ ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ ജയിച്ചാൽ ന്യൂസിലാൻഡ് ആയിരിക്കും ഇന്ത്യക്ക് ഒപ്പം ഗ്രൂപ്പ് എയിൽ നിന്ന് സെമിയിലേക്ക് എത്തുക. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മത്സരം നടക്കുന്നു. ഹരികൃഷ്ണൻ ആണ് ചേരുന്നത്. ഹരി, ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലത്തെ വിജയത്തിന്റെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണോ ഇപ്പോഴും ആരാധകർ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ ഹാങ് ഓവർ അതൊന്ന് കെട്ടടങ്ങാൻ അടുത്ത മത്സരം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 2-ാം തീയതിയാണ് ന്യൂസിലൻഡുമായിട്ടുള്ള ഇന്ത്യയുടെ അടുത്ത മത്സരം വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളുണ്ട് അതിലേക്ക് വരാനായിട്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന എതിരാളികളെ വീഴ്ത്താൻ സാധിക്കുക, അത് അനായാസമായി വീഴ്ത്താൻ സാധിക്കുക എന്നുള്ളതിന്റെ ഹാങ് ഓവറിൽ തന്നെയാണ് ഇന്ത്യൻ ആരാധകർ. മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫിയിൽ 3-2 പാകിസ്ഥാൻ മുന്നിട്ട് നിൽക്കുന്നതായിരുന്നു ചരിത്രം. പക്ഷേ ഇന്നലത്തെ മത്സരത്തോടു കൂടി അത് 3-3 എന്ന രീതിയിലാക്കി. ICC ടൂർണമെന്റുകളെ ഇന്ത്യ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ മാറുന്ന ഒരു കാഴ്ചയിലേക്ക് വന്നു. ഒപ്പം ഈ കോഹ്ലി നിരന്തരമായി വിമർശനം നേരിടുന്നത് ആരാധകർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. പാകിസ്ഥാൻ പോലുള്ള ഒരു ടീമിനോട് കോഹ്ലി സെഞ്ചുറി അടിച്ച് തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരാവേശം, അത്
പാകിസ്ഥാൻ എപ്പോഴും കോഹ്ലിക്ക് ഒരു ഫേവറേറ്റ് ആണ്. അതായത് പാകിസ്ഥാനെതിരെ നിൽക്കുകയാണെങ്കിൽ കോഹ്ലിക്ക് അതുവരെ ഇല്ലാതിരുന്ന ഫോം ഒക്കെ തന്നെ തിരിച്ചു വരും. അതായത് ഫോം ഇസ് ടെമ്പററി, ക്ലാസസ് പെർമനന്റ് എന്നൊക്കെ പറയുന്ന പോലെ അതുവരെ ഇല്ലാതെ ഫോം ഒക്കെ കോഹ്ലിക്ക് പാകിസ്ഥാനെതിരെ കാണുമ്പോഴേക്കും, ആ ഒരു പച്ച നിറത്തിലുള്ള ജേഴ്സി കാണുമ്പോഴേക്കും കോഹ്ലിക്ക് എവിടെ നിന്നില്ലാത്തൊരു ഫോം പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതും അതാണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് കോഹ്ലിയുടേത്. അങ്ങനെ അക്രമാസക്തനായിട്ടൊന്നുമല്ല. കൃത്യമായി കേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോഹ്ലി വീണ്ടും ലോകത്തോട് പറയുന്ന ദിവസം കൂടിയായിരുന്നു. അതായത് 240 മാത്രമാണ് ടാർഗറ്റ്. പെട്ടെന്ന് അടിച്ച് കളിക്കേണ്ട ആവശ്യമില്ല. വളരെ പതിയെ യുദ്ധമായിട്ട് ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം കോഹ്ലി പിന്നീടും സാഹചര്യം കൂടി ഉണ്ടായി. അവസാനം 100 നോട്ട് ഔട്ട്, അതാണ് ഏറ്റവും വലിയ കാരണം. നോട്ട് ഔട്ടിൽ നിൽക്കുകയാണ് കോഹ്ലി. അങ്ങനെ ഇന്നിംഗ്സ് അവസാനം അടിച്ച് ജയിപ്പിച്ചുകൊണ്ട് കോഹ്ലി തിരിച്ച് പവലിയനിലേക്ക് പോകുമ്പോൾ എല്ലാ ഇന്ത്യൻ ആരാധകർ അത്രമേൽ സന്തോഷത്തിലാണ്. അത് ഒന്ന് കോഹ്ലിയുടെ തിരിച്ചുള്ള ഫോം, 2 തോൽപ്പിച്ചത് പാകിസ്ഥാന്. ഈ 2 സന്തോഷങ്ങളും കൂടി നിന്നുകൊണ്ടാണ് ഇന്ത്യ സെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീം തന്നെ വലിയ സെറ്റായി. പ്രത്യേകിച്ച് കോഹ്ലിയുടെ ഒരു ഫോം കൂടി, ഒരു കംബാക്കും കൂടി ആയതോടുകൂടി ഇന്ത്യ ബാറ്റിംഗ് ഓർഡർ സ്ട്രെങ്ത് വീണ്ടും മറ്റുള്ള രാജ്യങ്ങളോട് പ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മാറിയിരുന്നത്. അതുകൊണ്ട് കോഹ്ലിയുടെ ഒരു തിരിച്ചുവരവ് വലിയൊരു പ്രതീക്ഷ നൽകുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നു. ഇന്ത്യൻ ബൗളിംഗ് നമ്മളെ ബുംറ ഇല്ലാതെ ഞെട്ടിപ്പോവും അല്ലെങ്കിൽ പതറിപ്പോകുമെന്നൊക്കെ കരുതിയെങ്കിൽ പോലും ഒരു പേടിക്കാൻ എന്റെ എക്സ്പീരിയൻസ് ആയ ഷമി ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ടെന്ന് ഷമി പറയുന്നു. ഹർഷത് റാണെ പോലെ ഒരു പുതുമുഖത്തെ ഷമിയോടൊപ്പം എന്തായാലും അതാണ് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് യുവരാജ് സിംഗിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങളായിരിക്കും പാകിസ്ഥാനെതിരെ നിർണായകമാകാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രോഹിത് ശർമ്മയായിരിക്കും കളം നിറയുക എന്നതാണ്. അതിൻ്റെ ആവശ്യമുണ്ടായില്ല. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം രഞ്ജി ട്രോഫി ഫൈനലിന് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ എത്തിയിട്ടുള്ളത്. വിദർഭയിൽ പരിശീലനം ആരംഭിക്കുകയാണ്. അവരുടെ മണ്ണാണല്ലോ ഹരികൃഷ്ണൻ. അവിടെ വിജയക്കൊടി പാറിച്ചാൽ അത് ചരിത്രമാകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് ഹരി? സൂചിപ്പിക്കുന്നത് ശരിയാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ രഞ്ജി ട്രോഫി ഫൈനലാണ്. നമ്മൾ സെമിയിലേക്ക് ഇപ്പോഴും കടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് മലയാളികൾ നിൽക്കുന്നത്. കേരളത്തിലുള്ള ജനതയും അങ്ങനെ തന്നെയാണ്. കാരണം സൽമാൻ നസാറിന്റെ ഹെൽമെറ്റിൽ നിന്നും ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് സച്ചിൻ ബേബിയിലേക്ക് ക്യാച്ച് പോകുന്നു. സിനിമാറ്റിക് മൊമെന്റ്സ് ആയിരുന്നു നമ്മൾ സെമി ഫൈനലിൽ കണ്ടത്. അപ്പൊ അങ്ങനത്തെ സിനിമാറ്റിക് മൊമെന്റ്സ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ വിദർഭയെ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. മുംബൈക്കെതിരെ 80 റൺസിന്റെ വിജയത്തോടു കൂടിയാണ് വിദർഭ ഫൈനലിലേക്ക് വരുന്നത്. മാത്രമല്ല വിദർഭയ്ക്ക് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. IPL കളിച്ച താരങ്ങളുണ്ട്. മാത്രമല്ല ജൂറെ പോലുള്ള 5 വിക്കറ്റ് ഹോളർ, പ്രത്യേകിച്ച് മുംബൈക്കെതിരെ 5 വിക്കറ്റ് ഹോളുണ്ട്. യാഷ് താക്കൂറിനെ പോലൊരു പ്ലെയർ അത്രമേൽ വിദർഭയ്ക്ക് ഹാൻഡി ആയിട്ട് മാറും. തുടക്കത്തിൽ അഥവാ തായുടെ പോലൊരു പ്ലെയർ, ഇവരൊക്കെ വിദർഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് പ്ലേയേഴ്സ് ആണ്. മറുഭാഗത്ത് കേരളത്തിൽ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റത്തില്ല. നമുക്ക് അസറുദ്ദീൻ കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയ സെഞ്ചുറി പോരാട്ടമായിക്കോട്ടെ, അല്ലെങ്കിൽ ജലജ് സക്സേനയും ആദിത്യ സർവാദെ പോലുള്ള പ്ലെയേഴ്സ് ആയിക്കോട്ടെ, ഇവര് ജലജ് സക്സേനൊക്കെ ഏറ്റവും വർഷങ്ങളായി കേരളത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവസാനമെങ്കിലും കേരളത്തിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം ജലജ് സക്സേനയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസിയിൽ കേരളത്തിൽ പുതിയ റിഫൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അത്രമേൽ ഒരു വാശി, ഒരു പോരാട്ട വീര്യം ഒക്കെ ആയിട്ടാണ് വരുന്നത്. കാരണം ഒറ്റ മത്സരം കേരളം തോക്കാതെ വരുമ്പോൾ നമുക്കിപ്പം ജമ്മു കാശ്മീരിനെതിരെ 1 റണ്ണിനുള്ള വിജയം, ഗുജറാത്തിനെതിരെ 2 റൺസിന്റെ വിജയം, അങ്ങനെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയാമെങ്കിൽ പോലും അത്രയും ടൈറ്റ് ആയിട്ടില്ല കാര്യങ്ങൾ. എന്തായാലും ചരിത്രം എഴുതാനുള്ള തയ്യാറെടുപ്പിൽ ആണ് കേരള ടീം. ഇന്ന് പരിശീലനത്തിന് ഇറങ്ങുകയാണ്. 9 മണി വാർത്ത അവസാനിപ്പിക്കേണ്ട സമയമായി. സജീവമായൊരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത നിമിഷങ്ങളിൽ PC ജോർജിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരിക. അപ്പോഴും ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ തുടർവാർത്തയുണ്ട്. ആശാ വർക്കർമാർക്ക് തള്ളിക്കളയുന്നൊരു സമീപനമാണ് CPMന്റെ ഭാഗത്ത് നിന്ന്. പ്രത്യേകിച്ച് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ഇടതുമുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുമ്പോൾ പോലും പാടെ തള്ളുകയാണ് ആശാ വർക്കർമാരെ എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇന്ന് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ലേഖനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി വാർത്തകൾ ഉള്ള ഒരു വാർത്താദിനം സജീവമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സുമായി ഇടവേളയ്ക്ക് ശേഷം അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.